തേനമ്പറമ്പിൽ കൂടിയുണ്ട്. അമലെ, അങ്ങോട്ടേക്ക് സ്വരാജ് എത്തുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്ത് എവിടെയാണ്? ഏതൊക്കെ കവലകളാണ് ഓരോ പാർട്ടിക്കും പതിച്ചു കൊടുത്തിരിക്കുന്നത് ഈ കൊട്ടിക്കലാശത്തിനായി? അമലും എനിക്ക് തോന്നുന്നു സ്വരാജിന്റെ മുമ്പിൽ LDF ക്യാമ്പിൽ തന്നെയാണ് അമൽ ഉള്ളത് മനസ്സിലാക്കുന്നത് അല്ലെ? അമൽ അവിടെയല്ലേ? അമൽ എന്തുകൊണ്ട് റെഡ് ഷർട്ട് ഇട്ടത്? ദിവിഷേ, ഞാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. എം സ്വരാജ് ഈ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ആർത്തലമ്പി ഇരച്ചെത്തുന്ന ഒരു ചെങ്കടലിന് നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ഇത് കുറേ അധികം നേരത്തെ കടന്നുപോയ ഒരു ജാഥ, അതിൻ്റെ ഒരു ഒത്ത നടുവിൽ സ്വരാജ് ഒരു തുറന്ന വാഹനത്തിൽ ഈ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. വലിയ ആവേശം വാരി വിതറാൻ ഇടത് ക്യാമ്പിന് കഴിയുന്നു. കാലങ്ങൾക്ക് ശേഷം, സഖാവ് കുഞ്ഞാലിക്ക് ശേഷം ഈ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയതിൻ്റെ ആവേശം പാർട്ടിയുടെ കേഡർ പ്രവർത്തകർക്ക് തുടക്കം മുതൽ കണ്ടുവന്നതാണ്. എന്തായാലും സ്വരാജ് ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്ന LDFന്റെ പ്രവർത്തകർക്ക് നിൽക്കാൻ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തേക്കുള്ളൂ. വളരെ ചെറിയൊരു സ്ഥലമാണ്, അതിനാൽ തന്നെ കൃത്യമായ സ്ഥലങ്ങൾ ആളുകൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. നേരത്തെ ഷിനോജ് പറഞ്ഞതുപോലെ അൻവർ ഒഴികെ ബാക്കി മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അൻവറിനൊപ്പമുള്ളവർ മാത്രം കൊട്ടിക്കലാശത്തിനില്ല എന്നാണ് പറയുന്നത്. ഇനി ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഈ കൊട്ടിക്കലാശം നടത്തുന്ന നിലമ്പൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സ്വരാജ് കൂടി എത്തുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും സ്വരാജും എത്തിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ വരവാണ്. അത് ഇടക്കര വരെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വഴിക്കടവിൽ നിന്ന് അതും ഇതിന് സമാനമായി തന്നെയുള്ള വലിയ പരിപാടി സംഘടിപ്പിച്ച് അവിടെ നിന്നും എത്തുകയാണ്. അതിന് മുന്നോടിയായി തന്നെ UDF പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന നിലമ്പൂരുള്ള പ്രവർത്തകർ, വഴിക്കടവിലേക്ക് പോകാത്ത പ്രവർത്തകർ ഇവിടെ സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആവേശം വാരി വിതറുന്ന ഒരു തിരഞ്ഞെടുപ്പ്. വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് മഴയത്ത് തണുത്തു പോകേണ്ടിയിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്ര വലിയ ആവേശത്തിൽ മുന്നോട്ട് പോകുന്നത്, ആവേശത്തിൽ അതിൻ്റെ പരിസമാപ്തിയാകുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. തീ പാറുന്ന പോരാട്ടം ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിന്റെ ആത്മവിശ്വാസം സാധാരണഗതിയിൽ അവർ തീരുമാനിച്ചത് വൈകി വരാനാണോ? പ്രവർത്തകരൊക്കെ കാത്തിരിക്കായിരിക്കുമല്ലോ. ഏതൊക്കെ നേതാക്കൾ ഓരോ സ്ഥാനാർത്ഥികളെയും അനുഗമിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും UDF ക്യാമ്പിൽ? വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടെ വഴിക്കടവിൽ നിന്നും 1 മണിക്കാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ റാലി ആരംഭിച്ചത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള, അബിൻ വർക്കി അടക്കമുള്ള, രാഹുൽ അടക്കമുള്ള യുവനിരയ്ക്കൊപ്പമാണ് അവിടെ നിന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ ഇവിടേക്കുള്ള വരവ്. വരുന്നതിനിടയിൽ ചുങ്കത്തറയുണ്ട്, ഇടക്കരയുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഏറ്റവും ഒടുവിൽ 4 മണിയാകുമ്പോൾ ഇവിടേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ റാലി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ റാലി കൂടി എത്തുമ്പോൾ ഈ പറയുന്ന LDF പ്രവർത്തകർക്ക് പിന്നിലായി അവർ കൂടി എത്തും. അപ്പോൾ 2 സൈഡിൽ UDF പ്രവർത്തകർ, 2 സൈഡിൽ LDF പ്രവർത്തകർ, 1 സൈഡിൽ BJP പ്രവർത്തകർ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുടെ റാലിയും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ റാലിയിൽ പോലും അവർക്ക് വലിയ സംവിധാനമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല നിലമ്പൂർ. പക്ഷേ അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തകരെ കൂട്ടി ഇവിടേക്ക് BJPയും എത്തുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ ക്യാമ്പുകളിലും വലിയ ആവേശം നമുക്കിപ്പോൾ ദൃശ്യമാകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇവിടേക്ക് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ റാലി കൂടി എത്തിച്ചേരും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും ആംബുലൻസും ഒക്കെ കടന്നു പോകുന്നത്. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ വലിയ ആവേശത്തിനിടയിലും അത്തരം ആവശ്യങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന നിലമ്പൂരുകാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ സ്നേഹമുള്ള മനുഷ്യർ, പരസ്പര സ്നേഹമുള്ള മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരുടെ നാട്ടിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നതിനാൽ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് കഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ വൈകുന്നേരത്തെ നമ്മുടെ കവല ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തീപാറുന്ന ചർച്ചകൾ നടക്കും, വലിയ തോതിലുള്ള ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ചർച്ച അവസാനിച്ചാൽ നിലമ്പൂരുകാരെല്ലാം ഒന്നാണ്. അവരുടെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ഇന്നത്തെയും അവസാനിക്കട്ടെ എന്ന് കാണാം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ തൊട്ടു പിന്നിലൂടെ. ഞാൻ പറയുന്നത് ദിവിഷ കേൾക്കാമോ എന്നറിയില്ല. DJ സെറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ് എല്ലാ ക്യാമ്പുകളും. UDFകാരാണെങ്കിൽ വേടന്റെ പാട്ടിന് പാരടിയൊക്കെ ഇറക്കിയുള്ള പാട്ടുകൾ പല സ്ഥാനാർത്ഥികൾക്കും. അൻവറിനാണെങ്കിൽ അൻവറിന്, അല്ലെങ്കിൽ സ്വരാജിനാണെങ്കിൽ സ്വരാജിന്, ഷൗക്കത്തിനാണെങ്കിൽ ഷൗക്കത്തിന്. അങ്ങനെ വേടന്റെ പാട്ടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നിറയുന്നുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു പോകണം. എന്തായാലും ഇത്തരം DJ സെറ്റുകളാണ്. അല്പം കൂടി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഈ സെറ്റുകൾ മുഴുവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെ വർണ്ണാഭമായ ആഘോഷത്തോടു കൂടി ഒരു തിരഞ്ഞെടുപ്പിന് കൊടിയിറങ്ങുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര് നിയമസഭയിലേക്ക് ഇനിയും
കൊടുമ്പിരി കൊള്ളുകയാണ് ആവേശമെന്ന് തന്നെ പറയാം. അമൽ സൂചിപ്പിച്ച പോലെ തന്നെ DJ സംവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പഴയതുപോലെയല്ല കൊട്ടിക്കലാശം, DJ ഒക്കെ ആയി, ലൈറ്റ് ഒക്കെ ആയി, വൻ വൈബാണ്. അല്ലെങ്കിൽ ഒരു ന്യൂജൻ കൊട്ടിക്കലാശമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാടൊക്കെ വേറിട്ട വൈബ് തന്നെയായിരുന്നു. ഇപ്പോഴിതാ നിലമ്പൂർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നിലമ്പൂർ മഹാറാണി ജംഗ്ഷന് സമീപം LDF സ്ഥാനാർത്ഥി M സുരാജും LDF പ്രവർത്തകരും അവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി വരാനുള്ളത് ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ്. അൻവർ ഇല്ല കൊട്ടിക്കലാശത്തിൽ നിന്നാണ്. അവിടെയും അൻവർ വേറൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്വയം വെട്ടിത്തെളിച്ച വഴി എന്നൊക്കെ നമ്മൾ പറയും പോലെ അൻവർ ഈ സമയത്തും വീട് കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാകും. എന്നാൽ നമുക്ക് BJP ക്യാമ്പിലേക്ക്, NDA ക്യാമ്പിലേക്ക് കൂടി പോകാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. S രാഗിനുണ്ട്. രാഗിൻ അവസാനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും കൊട്ടിക്കലാശത്തിന് ആദ്യ പോയിന്റിൽ ഞങ്ങളിത് എല്ലാ വോട്ടും ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തിൽ ആദ്യം എത്തിയത് അവരാണ്. എങ്ങനെയുണ്ട് ശക്തിയെ, എത്രത്തോളം ശക്തി പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്?